ഹോം ഹോബീസിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് അല്ലൈനിലെ ഇന്റർനാഷണൽ സൂ കാണാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടുനോക്കി നോക്കാം. പിള്ളേരെല്ലാവരും ഉണ്ട്. അത്യാവശ്യം നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി പരിപാടിയൊക്കെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ടിക്കറ്റ് ഇതിന് ഏറെക്കുറെ 50 ദർഹല്ലേ? 50 ദർഹല്ലേ ഇതിന് റേറ്റ്? 35 ദർഹ. ഒരു വില കൂടെ ഇട്ട് പറഞ്ഞേക്കാന്ന്. 35 ദർഹുള്ളൂട്ടോ, 50 ഇല്ല. 35 ഉറുപ്പ്യ കൊടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് കേറാം. ഇതിന്റെ ബാക്കിൽ തന്നെ സൂവിന്റെ ഉള്ളിലത്തെ മാപ്പ് കിട്ടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലേ ഒരു ടിക്കറ്റിന്റെ മുകളിൽ തന്നെ നമ്മുടെ അവിടെ ഉണ്ട് ടിക്കറ്റൊക്കെ സെറ്റപ്പാ. കേറുമ്പോ അങ്ങോട്ട് കീറി തരും. ബാക്കി അത് അതിനായിട്ട് പൊക്കോളെ. വെയില് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് പോലും മനസ്സിലാവില്ല അല്ലേ? അല്ലല്ല, ഓൻ മുന്നേ കണ്ടിട്ട്. അങ്ങനെ അപ്പൊ ഇവിടെ എത്തി. പാർക്കിങ് കാര്യങ്ങളൊക്കെ സൂല് കയറാനുള്ള ടിക്കറ്റ് സെറ്റാക്കി തന്നിട്ടുള്ളത് തെമീസ് ബ്രോ ആണ്. പുള്ളിയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആള്. തെമീസ് വിസിറ്റേഴ്സിന് വന്നിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വണ്ടി കൊണ്ടാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുള കൊണ്ട്, വണ്ടിയല്ല മുള. അപ്പോൾ നമ്മളിതാ ഇന്റർനാഷണൽ സൂ അല്ലൈനിലത്തെ ഇവിടേക്ക് എത്താനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഷാജുവായാണ്. പുള്ളിക്ക് ഇവിടെ ഓൺ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു സെറ്റപ്പിൽ നടക്കുന്ന ആളാണ്. അപ്പോൾ ആള് നാട്ടിലെവിടെയാണ് നിങ്ങൾ? ഞാൻ കോഴിക്കോട്. ഫോട്ടോ എടുക്കാനുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ സാധനത്തിനൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? ജിറാഫിനൊന്നും. എന്തോ ചീറ്റട എന്തോ പരിപാടി പിടിക്കാം. ജിറാഫും കാര്യങ്ങളൊക്കെ അവിടെ 2 കൂടി ഉണ്ട്. ചെറുപ്പത്തിൽ എന്തോ ബാലരമയിൽ ചിത്രം കണ്ടു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ കണ്ടിട്ടുള്ള ഈ സാധനത്തിനൊക്കെ. പിന്നെ നമ്മുടെ അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇതിനൊന്നും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലയും വരെ വരേണ്ടി വന്നു. അല്ല, വരേണ്ടി വന്നില്ല കേട്ടോ. വന്നപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ടായി, അത് ഞാനോട് കാണാൻ പറ്റി, അങ്ങനെ പറയാം. ഇതിന് ഭക്ഷണം കൊടുക്കാനൊക്കെ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അവിടെ. അങ്ങനെ ഈ നോർമൽ നമ്മുടെ ടിക്കറ്റ് വെച്ചിട്ട് ഇതിനെ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് മതി. കാശുള്ളവർക്ക് പിന്നെ വീണ്ടും എക്സ്ട്രാ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാനുള്ള ടിക്കറ്റ്, ഫുഡ് വാങ്ങാനുള്ള ടിക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ റിസോഴ്സ് ആയിട്ടുള്ള ഒന്നും ഇല്ലാണ്ട് അവർ ടൂറിസത്തിനെ ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ അവർ പണിത് ഉണ്ടാക്കി ആൾക്കാരെ തന്നെ എത്തിക്കുന്നുണ്ട്. ഈ ബേഡ്സിന് ഡിസ്കവറിയിലൊക്കെ മറ്റാൾ പറക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് വെറ്റാളരെ ഇങ്ങനെ കൂട്ടിലാക്കിയിട്ടതെല്ലാം ഇട്ടിക്കണ്. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ പറന്ന് പോയില്ലേ? അതൊരു സംശയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? കഴിഞ്ഞ ആഴ്ച ഒരു എന്താ പറയാ ഒരു ഐസ് മഴ മഞ്ഞുമഴ പെയ്തിരുന്നു. അപ്പോൾ ഈ സൈഡിലൊക്കെ അത്യാവശ്യം കാണാനുള്ള അനാക്കോണ്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. പകുതിയോളം അടച്ചിട്ടേക്കാണ്. അതുകൊണ്ടാ അനാക്കോണ്ടനെ ആകെ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ തൃശ്ശൂർ വന്നു പറഞ്ഞു കേട്ടു, പക്ഷെ അന്ന് കാണാൻ പോകാൻ പറ്റിയില്ല. എന്തായാലും പറ്റിയില്ല. ഇന്നും കാണാൻ പറ്റിയില്ല. കാണാൻ പോണതന്നെ ഒന്നും കണ്ടിട്ടില്ല. കണ്ടോണ്ട് എത്തണുള്ളൂ. ഈ ബിൽഡിങ്സിൻ്റെ മേൽക്കൂര സെറ്റ് ചെയ്തിട്ടുള്ളത് പുല്ലുകൊണ്ടാണ് കേട്ടോ. ഒരു തരം പുല്ല് വെച്ചിട്ടുള്ള സെറ്റപ്പിലാണ് ഇത് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തേക്കണത്. അത് അടിപൊളിയാണ്. ആൾക്കാരൊന്നും ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് കയ്യെത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെ സ്പേസ് ആയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവർ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് പെയർ കാണാൻ പുലീനെ കാണാൻ പോവാ. വന്നിട്ട് കുറേ ദൂരം നടന്നു. സാധനത്തിനെ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. കുറേ ആട് പോലത്തെ കുറേ സാധനത്തിനെ കാണുന്നല്ലാണ്ട് പുലീനെയും ചീറ്റപ്പുലീനെയും കണ്ടില്ല. വരും, കാണാം. വേറെ സാധനത്തിനെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, അവിടെ എത്തിയിട്ട് വളരെ ശാന്തനായി ഉണർന്നിരിക്കുന്ന ഒരു സിംഹം. ബാക്കി എല്ലാവരും ഉറങ്ങായിരുന്നു. ഏര് മാത്രമാണെന്ന് ഉറന്നിരുന്നത്. ഞങ്ങൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഗൊറില്ലേഴ്സിനെ ഒന്നിനും കണ്ടില്ല. പിന്നെ ഫീഡിങ് ടൈം ആയ സമയത്താണ് ഇവറ്റാൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം 5-6 കണ്ടു. ഈ ഇവറ്റാൾ എളുപ്പമല്ല കേട്ടോ. നമ്മൾ എന്ത് എറിഞ്ഞു കൊടുത്താലും പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷേ അവരെ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ എറിഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കൈ നിർത്തിട്ട് എറിഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ആയിട്ടുള്ള പിടിക്കും. ഭയങ്കര സെറ്റപ്പാ, സൂപ്പറാ. ആഫ്രിക്കൻ ചെറിയ സാധനത്തിന് ഇത്രയും വലിയ സെറ്റപ്പ്. ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ആളൊരെണ്ണുള്ളൂ. ഇതിനൊരു പെയർ പോലും ഇല്ലല്ലോ. Large ears are rounded and they differ from other rather than 5 toes on their front feet. Habitat birds. ഇതില് മുതലുണ്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അതിന്റെ നേരെ ഇപ്പുറത്തെ ഒരു പൂളിൽ ഒരു കുഞ്ഞു മുതലുള്ളതാ വെള്ളത്തിന്റെ അടിയിൽ. ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ക്ഷീണത്തിന് കിടന്ന് ഉറങ്ങിയതായിരിക്കും തണലത്ത്. പ്യൂമേനെ ഇതിൽ ഫൈൻഡ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. ഒരെണ്ണം ആ കല്ലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്, ആ മൂലക്കിലായിട്ട്. പിന്നെ ഒരെണ്ണം പാറപ്പുറത്തുണ്ട് മുകളിൽ. ചിമ്പാൻസി കിടക്കുന്ന റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക്. അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടുന്ന് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
അങ്ങോട്ട് വരുമ്പത്തിന് ക്ലോസ് ആക്കിയിട്ടുണ്ടാവും. ഇതോളിപ്പോ ഉറങ്ങാത്ത സാധനം കുറച്ചേരം ഇതിന് കേറി ഇറങ്ങി കളിക്കാനുള്ള സാധനം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സർക്കസ് കൂടാരം പോലെ. പുലി റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷെ ഒന്ന് ഓടി ഉണക്കാട്ട പോലെ ആകിണ്ടെന്ന് തോന്നുന്നു പുലി തിന്നാൻ കിട്ടാണ്ട്. അതോ അധികം തിന്നാത്ത പുലിയായിരിക്കും, അതാവൂലേ. ഒരു ഗാംഭീര്യം അങ്ങോട്ട് കാണാനില്ല. വരണവരെല്ലാരും താഴത്തോട്ട് നോക്കി നിൽക്കുമ്പോ പുള്ളി മാത്രം എല്ലാവരുടെയും മുകളിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് എല്ലാരെയും വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന ആള്. അത് ക്രിസ്ത്യാനോ ആണ് കേട്ടോ. ഇവിടെ ആയിവ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സംഗതി അടിപൊളി സ്ഥല. നടക്കാൻ മടിയുള്ളവർ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. കൊറേ നടന്ന് ക്ഷീണിച്ചു. എനിക്ക് 2 ദിവസമായിട്ട് പനിയായിരുന്നു. പനി മാറി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും നടക്കുമ്പോൾ ചെറിയൊരു വയ്യായിക ഉണ്ട്. പിന്നെ മൃഗങ്ങൾക്കൊന്നും ഒരു ഉഷാറില്ല. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അല്ലാതെ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള വൈകിട്ടായ ഒരു ഭക്ഷണം കഴിച്ച് ഉറങ്ങാണ്. എല്ലാ സിംഹം കിടന്ന് ഉറങ്ങുക. 2 കൂട്ടില് കയറിയിട്ടാ. 2 കൂട്ടില് ഒരെണ്ണം വൈറ്റ്, പിന്നെ ഒരെണ്ണം വേറെ. ഇത് 2 കിടന്ന് ഉറങ്ങുക. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഇത് അടച്ചു പൂട്ടും ചെയ്യും. 5:30 വരെ ഇതിന്റെ ടൈമുള്ളൂ. അപ്പോൾ ലൈൻ സൂ കണ്ട് ഇറങ്ങി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വണ്ടർ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സംഭവം. ഇപ്പോൾ കുറേ ആ മഞ്ഞുമഴ പെയ്തതിന് ശേഷം കുറേ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. എന്നാലും പൈസ വസൂൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേപോലെ തന്നെ നമുക്ക് കണ്ടിറങ്ങാം. ഇങ്ങനെ അത്യാവശ്യം നമ്മൾ ഈ ഫീഡിങ്, ഗൊറില്ലക്ക് ഫീഡിങ് കൊടുക്കാനൊക്കെ കണ്ട്. അതൊക്കെ നല്ല എന്താ പറയാ ഒരു അല്ലേ, അത് അടിപൊളിയായിരുന്നു. ഗൊറില്ലക്ക് ടൈമില് ഞങ്ങൾ അവിടെ എത്തി. കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റിയിട്ടായി. നമ്മള് ടിവിയിൽ മാത്രല്ല ഈ സാധനത്തിനെ കണ്ടിട്ടുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് നമ്മള് ക്യാച്ചൊക്കെ ചെയ്യും. ഇവിടുന്ന് ആപ്പിൾ എറിയുമ്പോ അതുപോലെ എന്താ പറയാ കുറെ ഫുഡ് ക്യാരറ്റ് ഒക്കെ ഇവിടുന്ന് എറിഞ്ഞു കൊടുക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് പിടിക്കണ്ട്. അതൊക്കെ സൂപ്പറാ. ക്യാച്ച് പിടിക്കുന്ന കറക്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ തിന്നണം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഇങ്ങനെ ഇരുന്ന് തിന്നണത്. അതാണ് ശരിക്കും പറഞ്ഞാൽ മുതലായത്. പിന്നെ ജിറാഫ് കണ്ടത്. പിന്നെ പറഞ്ഞില്ലേ ഇവർക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണ ടൈമാണ് ഈ വൈകിട്ട്. നമുക്കറിയില്ലല്ലോ അവരെപ്പോഴാണ് ഉറങ്ങണേന്നുള്ളത്. നമുക്ക് നമ്മളെ സൗകര്യം നോക്കി നമ്മൾ വന്നത്, പക്ഷെ അവരെ സൗകര്യം നോക്കി അവര് ഉറങ്ങാണ്. രാവിലെ വരെ വെച്ചാൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കാണുമായിരുന്നു വീട്ടുകാരനൊക്കെ. അവരൊക്കെ ഒന്നുകൂടി ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിൽ നിൽക്കണ ഒരു ടൈം ആയിരിക്കും. ഇത് വൈകുന്നേരമായ കാരണം ഇവർക്ക് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാറ്റിനും ഉറങ്ങണ ടൈമാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചായ ഇവിടുത്തെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. സാധനങ്ങളൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 5 റുപ്യ വരും. 5 റുപ്യാണ് ഒരു ചായക്ക്. പുറത്ത് 1 ദിർഹംസിന്റെ ചായ ഉള്ളിൽ 5 റുപ്യാണ്. അങ്ങനെ അപ്പൊ മാക്സിമം ഓൺലൈനിലുള്ള ആൾക്കാരൊക്കെ എന്നല്ല, നിങ്ങള് സെറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലൊക്കെ നൈസായിട്ട് വന്ന് കണ്ടുപോകാൻ പറ്റിയൊരു സംഭവമാണ്. സെറ്റപ്പാണ്. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അത്യാവശ്യം സിംഹത്തിനെയും എല്ലാറ്റിനെയും കണ്ടില്ലേ? കുഴപ്പമില്ല. ലോകത്തെ ഏറ്റവും വലിയ എന്റെ അഭിപ്രായം എന്താ? you know, some days before it's hailstorm happened, so there is all closed under maintenance, so we should visit again, right bro? Okay, we should visit again here. I think ഇവിടെ ഒന്നും കൂടി വരണ്ടെന്നാണ് പുള്ളി പറയണത്. അപ്പൊ എന്നാ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇവിടെ എല്ലാവർക്കും കൂടിയിട്ട്. ഓക്കെ.
സർജു കണ്ടില്ല. Bye guys. Okay. Let's enjoy. Bye.